ഹായ് ഗായ്സ്, എല്ലാവർക്കും PSC വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ ചോദ്യം: സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ ജോർജ് വാഷിംഗ്ടൺ, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി മലാല യൂസഫ്സായ്, ഓപ്ഷൻ ഡി KR നാരായണൻ. ഉത്തരം ഓപ്ഷൻ സി മലാല യൂസഫ്സായ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഒഡീഷ. ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം? ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ. നാലാമത്തെ ചോദ്യം: ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കുഷ്ഠം, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി ക്യാൻസർ. ഉത്തരം ഓപ്ഷൻ എ കുഷ്ഠം. അഞ്ചാമത്തെ ചോദ്യം: അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ഓപ്ഷൻ എ ചന്ദ്രനിൽ, ഓപ്ഷൻ ബി ചൊവ്വയിൽ, ഓപ്ഷൻ സി ബുധനിൽ, ഓപ്ഷൻ ഡി യുറാനസിൽ. ഉത്തരം ഓപ്ഷൻ ബി ചൊവ്വയിൽ. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ VP മേനോൻ, ഓപ്ഷൻ ബി സർദാർ വല്ലഭ്ഭായ് പട്ടേൽ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഏഴാമത്തെ ചോദ്യം: താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി കാവേരി. ഉത്തരം ഓപ്ഷൻ ബി യമുന. എട്ടാമത്തെ ചോദ്യം: അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ഓപ്ഷൻ എ ശിവജി, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി കൃഷ്ണദേവരായർ, ഓപ്ഷൻ ഡി ബാബർ. ഉത്തരം ഓപ്ഷൻ എ ശിവജി. ഒമ്പതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി. പത്താമത്തെ ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഓപ്ഷൻ ഡി ഗവർണർ. ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. 11ാമത്തെ ചോദ്യം: ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ എ ബെൽഗ്രേഡ്, ഓപ്ഷൻ ബി കെയ്റോ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ജക്കാർത്ത. ഉത്തരം ഓപ്ഷൻ എ ബെൽഗ്രേഡ്. 12ാമത്തെ ചോദ്യം: മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം? ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി ഗാലിയം, ഓപ്ഷൻ സി ബേരിയം, ഓപ്ഷൻ ഡി സോഡിയം. ഉത്തരം ഓപ്ഷൻ ഡി സോഡിയം. 13ാമത്തെ ചോദ്യം: സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ DS കോത്താരി, ഓപ്ഷൻ ബി ജോൺ സാർജന്റ്, ഓപ്ഷൻ സി ഡോക്ടർ S രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ലക്ഷ്മണ സ്വാമി മുതലയാർ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ S രാധാകൃഷ്ണൻ. 14ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ്? ഓപ്ഷൻ എ കനിഷ്കൻ, ഓപ്ഷൻ ബി ചന്ദ്രഗുപ്തൻ, ഓപ്ഷൻ സി റാണി ലക്ഷ്മിബായി, ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ചൗഹാൻ. ഉത്തരം ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ചൗഹാൻ. 15ാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ JB കൃപലാനി, ഓപ്ഷൻ ബി സർദാർ വല്ലഭ്ഭായ് പട്ടേൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ എ JB കൃപലാനി. 16ാമത്തെ ചോദ്യം: ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് ആര്? ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുഗ്ലക്, ഓപ്ഷൻ സി സിക്കന്ദർ ലോധി, ഓപ്ഷൻ ഡി ഇൽത്തുമിഷ്. ഉത്തരം ഓപ്ഷൻ സി സിക്കന്ദർ ലോധി. 17ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി? ഓപ്ഷൻ എ ലോർഡ് മൗണ്ട് ബാറ്റൺ, ഓപ്ഷൻ ബി ലോർഡ് മെക്കാളെ, ഓപ്ഷൻ സി ലോർഡ് വെല്ലിംഗ്ടൺ, ഓപ്ഷൻ ഡി ലോർഡ് കാനിങ്. ഉത്തരം ഓപ്ഷൻ ഡി ലോർഡ് കാനിങ്. 18ാമത്തെ ചോദ്യം: ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി? ഓപ്ഷൻ എ മാഹി, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി പോണ്ടിച്ചേരി, ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ. ഉത്തരം ഓപ്ഷൻ ബി ഗോവ. 19ാമത്തെ ചോദ്യം: ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെടാത്ത സന്യാസി മഠം ഏത്?
ഓപ്ഷൻ എ ബദരിനാഥ്, ഓപ്ഷൻ ബി കാലടി, ഓപ്ഷൻ സി ജഗന്നാഥപുരി, ഓപ്ഷൻ ഡി ദ്വാരക. ഉത്തരം ഓപ്ഷൻ ബി കാലടി. 20ാമത്തെ ചോദ്യം. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1905, ഓപ്ഷൻ ബി 1880, ഓപ്ഷൻ സി 1910, ഓപ്ഷൻ ഡി 1890. ഉത്തരം ഓപ്ഷൻ ഡി 1890. 21ാമത്തെ ചോദ്യം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി. ഓപ്ഷൻ എ വി വി ഗിരി, ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി, ഓപ്ഷൻ സി കെ ആർ നാരായണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. 22ാമത്തെ ചോദ്യം. ലോക ജലദിനം ആയി ആചരിക്കുന്നതെന്ന്. ഓപ്ഷൻ എ ഏപ്രിൽ 22, ഓപ്ഷൻ ബി സെപ്റ്റംബർ 5, ഓപ്ഷൻ സി മാർച്ച് 22, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 10. ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 22. 23ാമത്തെ ചോദ്യം. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി മദ്രാസ്, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ഉത്തരം ഓപ്ഷൻ സി ബോംബെ. 24ാമത്തെ ചോദ്യം. സത്യഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ്. ഇത് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി EMS, ഓപ്ഷൻ സി വിനോബ ഭാവെ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. 25ാമത്തെ ചോദ്യം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ. 26ാമത്തെ ചോദ്യം. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജോൺ മേജർ, ഓപ്ഷൻ ബി മാർഗരറ്റ് താച്ചർ, ഓപ്ഷൻ സി ടോണി ബ്ലെയർ, ഓപ്ഷൻ ഡി വിൻസ്റ്റൺ ചർച്ചിൽ. ഉത്തരം ഓപ്ഷൻ ബി മാർഗരറ്റ് താച്ചർ. 27ാമത്തെ ചോദ്യം. ഭൂദാന യജ്ഞം തുടങ്ങിയ വർഷം. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1952, ഓപ്ഷൻ ഡി 1953. ഉത്തരം ഓപ്ഷൻ ബി 1951. 28ാമത്തെ ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏതു രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി പോളണ്ട്, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഉത്തരം ഓപ്ഷൻ ബി പോളണ്ട്. 29ാമത്തെ ചോദ്യം. സീസ്മോഗ്രാഫിന്റെ ഉപയോഗമെന്ത്? ഓപ്ഷൻ എ ജനസംഖ്യാ വളർച്ചാ നിരക്ക് അറിയാൻ, ഓപ്ഷൻ ബി ഭാരം അളക്കുന്നതിന്, ഓപ്ഷൻ സി അഗ്നിപർവ്വത സ്ഫോടനം മുൻകൂട്ടി അറിയുന്നതിന്, ഓപ്ഷൻ ഡി ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ഡി ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന്. 30ാമത്തെ ചോദ്യം. കേരളം മലയാളികളുടെ മാതൃഭൂമിയുടെ കർത്താവ്. ഓപ്ഷൻ എ വള്ളത്തോൾ, ഓപ്ഷൻ ബി കേശവദേവ്, ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ ഡി EMS. ഉത്തരം ഓപ്ഷൻ ഡി EMS. ഇതുപോലെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ലോങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ആയിട്ടോ ദിവസവും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.